ചില ആളുകൾ പറയുന്നതായി കേൾക്കുന്നു, ഖുർആൻ ഓതുന്ന വ്യക്തി ഓതപ്പെടുന്ന ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന് കൂലി ലഭിക്കുകയുള്ളൂ, ഖുർആൻ പാരായണത്തിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അത് വേണ്ട എന്നാണ്. അഥവാ ആശയം അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെയും ഖുർആൻ പാരായണത്തിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ ആയത്തുകളുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതൽ സുന്നത്തുണ്ട്. എന്നാൽ അർത്ഥം മനസ്സിലാക്കിയാലേ ഖുർആൻ പാരായണം ശരിയാവുകയുള്ളൂ, പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന വാദം തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ അലിഫ് ലാം മീം ആ അക്ഷരക്കൂട്ടുകളുടെ അർത്ഥമെന്താണ്? പല പണ്ഡിതന്മാരും മൗനം പാലിച്ച മേഖലയാണത്. ആ അക്ഷരക്കൂട്ടങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ കഴിയുന്നില്ല. അലിഫ് ലാം മീം പോലെ മറ്റ് അക്ഷരക്കൂട്ടങ്ങളും ഒരുപാട് സൂറത്തുകളുടെ തുടക്കത്തിലുണ്ട്. അതിനാൽ അവയുടെ അർത്ഥവും ആശയവുമൊന്നും സാധാരണക്കാരായ നമുക്കറിയില്ലെങ്കിലും അതിന് പ്രതിഫലം ലഭിക്കുമല്ലോ അത് പാരായണം ചെയ്താൽ. ഇങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത്.